ഇനി നമുക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആന്റി ഏജിംഗ് ഹാക്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ രാത്രിയിൽ ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരം വരണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ ലഭിക്കും. അതുപോലെ എല്ലാ കോശങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അപ്പൊ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ചർമ്മം വരണ്ടതാവുകയും ചുളിവുകൾ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അറൗണ്ട് ഒരു 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആന്റി ഏജിംഗ് ഹാക്കാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിലും ഉന്മേഷത്തിലുമൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കണം. ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് ഇതിൽ പറയുന്നു. അതുപോലെ ഷുഗർ ഒത്തിരിയായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സും ജങ്ക് ഫുഡ്സും ഒക്കെ ഒഴിവാക്കണം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളത് ചെറു മത്സ്യങ്ങളും അതുപോലെ നട്ട്സിലും സീഡ്സിലും ഒക്കെ വാൾനട്ട്, ബദാം അതുപോലെയുള്ള നട്ട്സുകളിലൊക്കെ ആരോഗ്യകരമായ കൊഴുപ്പ് ധാരാളമുണ്ട്. അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞു പോകാതെ നോക്കണം എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യൗവനം നിലനിർത്താനായിട്ട് നമ്മൾ പാലിക്കേണ്ട ശീലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്.